പുഷ്പ ടു. പുഷ്പയെ പറ്റി പറയാനേ ചെറിയ ചമ്മലുണ്ട്. കാരണം ഇത്രമേൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ റിവ്യൂ ഒക്കെ പുഷ്പയ്ക്ക് എതിരായിട്ടായിരുന്നു റിവ്യൂ ഇട്ടിരുന്നത്. അന്നേരവും ഞാനൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അന്യഭാഷകൾ ഒരുപക്ഷെ ഇത് ഏറ്റെടുത്തേക്കും എന്ന് പറഞ്ഞു. മലയാളികളെ ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെ അപ്പാടെ തെറ്റിച്ചുകൊണ്ട് പുഷ്പ ടു 6 ദിനം കൊണ്ട് 1000 കോടിക്ക് മുകളിൽ, കോടിയാണ്, ലക്ഷമൊന്നുമല്ല, 1000 കോടിക്ക് മുകളിൽ നേടിയെന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ സങ്കല്പങ്ങളും ഒക്കെ വേറെയാണ്. പുഷ്പ അതുക്കും മേലെയാണ് പുഷ്പ ടു. അപ്പോൾ അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു പ്രത്യേക കരിഷ്മ തന്നെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. കാരണം എത്ര ആൾക്കാർ പറഞ്ഞോട്ട് പൊട്ടലാണ്, ചീറ്റലാണെന്ന് പറഞ്ഞാലും തൻ്റെ ആരാധകരെ പിടിച്ചു നിർത്താൻ അല്ലു അർജുന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു അന്യ മാർക്കറ്റിന് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ച റിവ്യൂകളൊക്കെ വന്നത്. പക്ഷേ അന്യഭാഷാ മാർക്കറ്റിലൊക്കെ ഇതിന് പോസിറ്റീവ് റിവ്യൂ തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലല്ല. കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ മലയാളിയല്ലേ പൊതുവെ പറഞ്ഞ് അതങ്ങ് പരത്തും. പക്ഷെ അതൊന്നും ഈ ചിത്രത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആദ്യ ദിനം തന്നെ ഏകദേശം 300 കോടിക്കടുത്ത് ആദ്യ ദിന കളക്ഷൻ തന്നെ നേടി ഞെട്ടിച്ചു. രണ്ടാം ദിവസം അത് 500-ലേക്കൊക്കെ എത്തുന്നു, 400 ചില്ലാനും. അങ്ങനെ 5 ദിനം കൊണ്ട് ഏകദേശം 900-ന് മുകളിൽ കോടിയാണ് ഞാൻ പറയുന്നത്. 900-ന് മുകളിൽ എന്ന് പറയുന്നത് കോടിയുടെ കണക്കാണ്. 6 ദിനം കൊണ്ട് ഏകദേശം 1000 കോടി രൂപ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വേഗത്തിൽ, നമ്മൾ പറയത്തില്ലേ സെഞ്ചുറി അടിക്കുന്നു, വേഗത്തിൽ സെഞ്ചുറി അടിച്ച ചിത്രം എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് കോടികളുടെ കണക്ക്. ഓരോ ദിനം കഴിയും തോറും കോടികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. കോടിയൊക്കെ വളരെ പുല്ല് പോലെ പുഷ്പ തകർത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതൊന്നും ഈ ഓട്ടമൊന്നും നിൽക്കാൻ സാധ്യതയില്ല. കാരണം 6 ദിനമേ ഉള്ളൂ, ഒരാഴ്ച പോലും ആയില്ല. നാളെയാണ് ഒരാഴ്ച പിന്നിൽ. ഏകദേശം 1500 അല്ലെങ്കിൽ 2000 കോടി എന്നും തകർക്കുക എന്ന് പറയുന്ന പുഷ്പയെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ കാര്യമായിട്ടാണ് ഈ കണക്കിന് പോവുകയാണെങ്കിൽ. പക്ഷേ തിങ്കളാഴ്ച മുതൽ ഈ ചിത്രത്തിന് ഗംഭീരമായ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് പൊതുവെ അങ്ങനെയാണല്ലോ. റിലീസ് ദിവസം ശനി ഞായർ ആ ദിവസം നേടിയ കളക്ഷൻ വർധനവ് പിന്നെയുള്ള ദിവസങ്ങളിൽ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പുഷ്പ ഒരു നല്ല മാർക്കറ്റ്, ഏകദേശം 100 കോടിക്കടുത്ത് ദിനം പ്രതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1500 2000 കോടിയൊക്കെ പുഷ്പ തകർക്കാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് പുഷ്പയുടെ ജൈത്രയാത്ര. അപ്പം പുഷ്പ ടു അതാണ് ഇപ്പോഴത്തെ മലയാള സിനിമയല്ല, ലോകമെമ്പാടുമുള്ള സിനിമയിലെ ട്രെൻഡ് സെക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലു അർജുൻ എന്ന് പറയുന്ന നടന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡ് നെയിമായിട്ട് മാറിയിരിക്കുന്നു ഈ ഒരു ചിത്രത്തിലൂടെ. അതായത് ഈ പുഷ്പ ടൂവിൻ്റെ പുഷ്പയുടെ 3, 4, 5 അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പുഷ്പ 2000 കടക്കുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാവരും അഭിപ്രായം അറിയിക്കുമല്ലോ. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.